ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുട്ടി ലഞ്ച് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്, നിനക്ക് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ലഞ്ച് മേക്കിംഗ് വീഡിയോ ഒക്കെ കാണിച്ചൂടെ, കുറച്ച് റിച്ച് ആയിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ, നമുക്ക് നമ്മളെന്താണെന്ന് കാണിച്ചാൽ പോരെ, അങ്ങനെ ഷോ കാണിച്ചിട്ട് അങ്ങനെ കാണിക്കണ്ട എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു മോട്ടോയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിൽ. അങ്ങനെ ഞാൻ എന്താണോ അത് മതി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിയുടെ മിക്കവാറും കാണും കേട്ടോ, പല ടൈപ്പ് ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതിപ്പോൾ നോർമൽ നമ്മുടെ ഉള്ളി അരച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത്തിരി കൂടെ വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഭയങ്കര ജ്യൂസിയൊക്കെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും വലിയ ഉള്ളി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ കറിവേപ്പില അരച്ചങ്ങ് ചേർക്കാറുണ്ട്. അതായത് കറിവേപ്പിലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിവേപ്പില അരച്ചിട്ട് ഇങ്ങനെ ഒരു കോഴ്സായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ ഭയങ്കര പേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാറില്ല. പിന്നെ ഇതാണ് നമ്മുടെ താരം കേട്ടോ. ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇതിൻ്റെ പല വേർഷൻസും ഉണ്ട്. ഇതിപ്പോൾ ഒരു സിമ്പിൾ വേർഷനാണ്. അതായത് നമ്മുടെ പയർ ഉപ്പിട്ട് വേവിക്കുക, അതിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വ്ളോഗർ ലക്ഷ്മി മാം ഉണ്ടല്ലോ, മാഡത്തിൻ്റെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു വേർഷൻ പയർ ഉലർത്തെന്ന് പറഞ്ഞിട്ട് മാഡം ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ എൻ്റെ രീതിയിൽ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതും ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്, വേറെ രീതിയിലൊക്കെ തോരൻ പോലെയൊക്കെ ഞാനത് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിതെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. മാത്രമല്ല എനിക്ക് ഈ ഉള്ളിയുടെ ഫ്ലേവർ ഇങ്ങനെ റോ ആയിട്ട് കിട്ടുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ഈ ചൂടാക്കാൻ വയ്ക്കുന്ന സമയത്ത് എന്താ പറയുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും. പയറല്ലേ, അത്യാവശ്യം എന്താ പറയുക വെള്ളമൊക്കെ കുറഞ്ഞ് തുടങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ എണ്ണ തെളിയുന്നൊരവസ്ഥ, അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. നോക്കിക്കേ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ബൈ.